പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 12:26. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. ഇതാണ് കർത്താവിൻ്റെ മൈൻഡ് സെറ്റ്. ആ വചനം ഒന്നിന് വായിച്ചേ. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഏറ്റു പറഞ്ഞേ, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഇതാണ് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ്. എന്താണ്? എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോനെ അനുഗമിക്കേണ്ടത്. അല്ലെങ്കിൽ അതാണ് കാലേബിൻ്റെത്. കാലേബ് അന്ത്യം വരെയാണ് അവനെ നയിച്ച അരുവി വ്യത്യസ്തമാണെന്ന് പറയണത്. ചില ആൾക്കാർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ അവർ സ്കൂട്ടാകും, വണ്ടി വിട്ട് പോകും. അതാണ് പ്രശ്നം. അവർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും. അവർ ഗുഡ് ബൈ പറയുമെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ഈ ഭൂമിയിലുള്ള കാര്യമല്ല, ചാകാതെ കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വെള്ളം കോരി ഒഴിക്കണതിനാണ്. ചാകാൻ പോകുന്നവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുമല്ല, അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. അതാണ് നിത്യത വരെ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനാണ് നിന്റെ നിയോഗം നിനക്ക് ചവിട്ടുപടിയായിട്ട് തരണത്. നിൻ്റെ നിയോഗങ്ങൾ നിത്യതയിലേക്കുള്ള നിന്റെ ചവിട്ടുപടി കർത്താവിലേക്ക് കയറി നിത്യത വരെ പോകുന്നു. അങ്ങനെ നിന്നി അവൻ്റെ സ്നേഹിതനായിരിക്കുകയും നിത്യതയിൽ അവനായിരിക്കുന്നിടത്ത് നിൻ്റെ നിയോഗങ്ങളെ പ്രതി, അത് കഴിഞ്ഞുള്ള നിൻ്റെ വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും സുവിശേഷ സാക്ഷ്യജീവിതത്തെയും പ്രതി നീയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നു. ശ്രുതിക്കട്ടെ, കൈയടിച്ച് ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യതയെ സ്നേഹിച്ചാൽ ബാക്കി എല്ലാ നിയോഗങ്ങളും ചേർത്ത് തരും. പിന്നെ ചില നിൻ്റെ നിയോഗങ്ങൾ നടക്കത്തില്ല കേട്ടോ, ഉറപ്പായിട്ട് നടക്കത്തില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ഈ നിയോഗത്തെ എടുക്കുന്നത്, പിശാചല്ല. ദൈവം എടുക്കണ കാരണം ദൈവം നോക്കും നിത്യതയ്ക്ക് വല്ല കളങ്കവും വരുക ഇത് നിനക്ക് തന്നാൽ നിന്റെ നിത്യത അപകടപ്പെട്ടു പോകുമെന്ന് നോക്കിയാൽ നിത്യമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടാവത്തില്ല, ഈ അനുഗ്രഹം നിനക്ക് തന്നാൽ എന്ന് ദൈവത്തിന് തോന്നിയാൽ അത് വിത്ത് ഹീൽഡാകാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരുടെ റിസൾട്ട് വിത്ത് ഹീൽഡല്ലേ, അതുപോലെ വിത്ത് ഹീൽഡാവും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നീ അത് റെക്ടിഫൈ ചെയ്യേണ്ടത്, അത് റിപ്പയർ ചെയ്യേണ്ടത്, നിൻ്റെ ഈ നിയോഗങ്ങളുടെ തടസ്സങ്ങൾ നീ റിപ്പയർ ചെയ്യേണ്ടത് ഉടമ്പടിയുടെ വർക്ക്ഷോപ്പ് റിപ്പയറിംഗ് എന്ന് പറയണത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അല്ല നീ പോയി ഉടനെ ഞാൻ കുമ്പസാരിക്കാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം എനിക്ക് IELTS ഞാൻ പിന്നെയും ഹിയറിംഗ് തോറ്റതെന്നൊക്കെ പറയരുത്. നീ ഉടമ്പടിയുടെ വർക്ക്ഷോപ്പിലേക്ക് കയറുമ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടത് നിത്യതയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് കാര്യം? നിത്യതയെക്കുറിച്ചുള്ള നിൻ്റെ കൺസെപ്റ്റ് എന്താണ്? നീ നിൻ്റെ നിയോഗത്തെക്കാൾ ഉപരി നിത്യത സ്നേഹിക്കുന്നുണ്ടോ? നിത്യമായ ദൈവത്തിനും കൂടി ആയിരിക്കാനുള്ള 12:26 നീ ദൈവത്തെ പോലെ നീ അത് മാനിക്കുന്നുണ്ടോ? അതും നിനക്ക് മിനിമം പരിപാടി മാത്രമേ ഉള്ളൂ. ഇത് കമ്പം കഴിയുമ്പോൾ കാറ്റുമതി നിൻ്റെ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണോ? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിൻ്റെ സ്വകാര്യമായ ലൗകികമായ ജഡികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രം ദൈവത്തെ നീ കരുവാക്കുകയാണോ? ഉടമ്പടി റിപ്പയർ ചെയ്യേണ്ടത്. നിൻ്റെ നിയോഗങ്ങൾ നടക്കുന്നില്ല, താമസിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി നീ റിപ്പയർ ചെയ്യേണ്ടി വരും. ആ റിപ്പയർ ചെയ്യേണ്ടത് നീ ഉടനെ പോലും ഞാൻ പത്രം കൊടുക്കാത്ത കൊണ്ടായിരിക്കും, എന്നാൽ പത്രം കൊടുത്തേക്കാം. ഇപ്പം അതിൻ്റെ പേരിൽ ഒരു പുരിവാരം ഉണ്ടായിരുന്നു വേണ്ട. അങ്ങനെ ചില ആൾക്കാർ പത്രം കൊടുക്കും. പത്രമല്ല ഉണ്ടായി വീട്ടിൽ. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം ഇപ്പം നടക്കാത്ത വീണ്ടും ഞാൻ തോറ്റേൻ്റെ കാര്യം ചിലപ്പോൾ പത്രം കൊടുക്കാത്ത കൊണ്ടായിരുന്നു. ഞാൻ പത്രം കൊടുത്തേക്കാം.
അങ്ങനെ നീ ഒരു പ്രേക്ഷിത പ്രവർത്തനയുടെ മിനിമം പ്രോഗ്രാം എടുത്തുകൊണ്ട് ചെറിയ പരിപാടി ഇട്ടുകൊണ്ട് റിപ്പയർ ചെയ്ത് നീ ഉടനെ റിപ്പയർ ചെയ്യേണ്ടത്, കർത്താവെ നിത്യമായിട്ട് നിൻ്റെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എൻ്റെ ഉടമ്പടി നിത്യമാണ്, കാലികമല്ല, അതൊരു പ്രാദേശികമായ വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിത്യതയെ, അപ്പോൾ എൻ്റെ പ്രശ്നം നിത്യതയെക്കുറിച്ച് നിനക്ക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഉടമ്പടി, ചില ആൾക്കാരുണ്ട് ഉടമ്പടിയുടെ തിരി അവിടെ തീർന്നു പോകും, പിന്നെ അവരിവിടെ വരികയൊന്നുമില്ല. ആരെങ്കിലും വിട്ട് ഉടമ്പടി തിരി മേടിപ്പിക്കാൻ നോക്കും. സൂത്രക്കാരുണ്ടല്ലോ, ഉടമ്പടി സൂത്രക്കാർ, എന്തെല്ലാം തരം സൂത്രക്കാരാണ് ഉള്ളതെന്നറിയാമോ? അവിടെ ഉടമ്പടി തിരി തീർന്നു പോയി. അപ്പോൾ ആരെങ്കിലും പിടിച്ച് നിങ്ങൾ കൃപാസനത്തിൽ പോകണം, എന്നാൽ എൻ്റെ ഉടമ്പടി തിരിയും മേടിച്ചിട്ട് പോയാൽ കിട്ടുമോ? ഇവിടുന്ന് കിട്ടത്തില്ല. നിങ്ങളെവിടുന്ന് ഉടമ്പടി തൈലം ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. ഞങ്ങൾക്കറിയാം ഇത് ഈ ഉടമ്പടി തൈലം തരണം 90 ദിവസത്തേക്കാണ്. അപ്പോൾ ഒരു തുള്ളി അരത്തുള്ളി ഉപയോഗിക്കാൻ പാടുള്ളൊരു ദിവസം. അപ്പോൾ ആ ഉടമ്പടി അവിടെ ഞങ്ങൾ നോക്കും, ഇത് എന്നാണ് ഉടമ്പടി തൈലം എന്നാ ഇഷ്യൂ ചെയ്തതെന്ന് നോക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ ഇടി ഉണ്ടാക്കുന്ന ആൾക്കാർ എന്തിനാണ്? ഈ ഉടമ്പടി തൈലത്തിനാണ്. കാര്യം അതല്ലേ വർക്കൗട്ട് ചെയ്യും. ഇപ്പം തന്നെ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ അനിലിൻ്റെ ഒരു മകളുടെ പ്രശ്നം എന്താ? ആ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം മറ്റേ കുഞ്ഞിൻ്റെ പ്രശ്നമല്ല, തലയുടെ 2 ചെവിയും സുഖപ്പെട്ടതല്ല, വേറൊരു കൊച്ചുണ്ട് അവന്, അത് എപ്പോഴും കിടന്നു പോകണ കൊച്ചാണ്, അതിന് മരുന്നില്ല. അപ്പോൾ അവനെന്താ ചെയ്ത്? അവർ ഉടമ്പടി തൈലം കൊണ്ടുപോയി അവളുടെ അടിവയറ്റ്, ആ കുഞ്ഞിൻ്റെ അടിവയറ്റിലൊരു കുരിശിട്ട്, അപ്പം സ്റ്റോപ്പായി സംഭവം, അപ്പം സ്റ്റോപ്പായി. അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ കണ്ടാണ് അവർ വളരണത്. പക്ഷേ അത് കാരണം ഉടമ്പടി തൈലത്തിന് ഇവിടെ ഇടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കെട്ടുകണക്കിന് കൊടുക്കാം, കാശ് മേടിക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ കൊടുക്കാൻ പറ്റും. കിട്ടുമോ? കിട്ടത്തില്ല. ആ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ ഉടമ്പടി റെഗുലർ ആണെന്ന് നോക്കും. ആദ്യം നിങ്ങൾ പേപ്പർ നോക്കുമ്പോൾ അറിയാമല്ലോ ഉടമ്പടിയിലാണോ ജീവിക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ. അത് ഉടമ്പടി തലത്തിന് വേണ്ടി മാത്രം ആരെങ്കിലും പറഞ്ഞു വിട്ടിരിക്കണമെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് അവിടെ കള്ളത്തടമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കൃപാസനത്തിൽ തന്നെ ചില ഊളകളുണ്ട്, ബുദ്ധിബോധമില്ലാത്ത, അതായത് കാര്യം ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അവരാരെങ്കിലും നിലവിളിച്ച് കഴിയുമ്പോൾ കൊടുക്കും, ഒരു തിരി കൊടുക്ക്, ഒരു ചിലപ്പത്തിൽ കൊടുക്കുക. ഞാൻ എല്ലാத்தைയും ചവിട്ടിക്കറി അവിടെ ചെന്ന് വെച്ചു, എല്ലാത്തിനും. കാര്യം എനിക്കറിയാം, അമ്മ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കണത്, ഈ വായി നോക്കളൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പറയും, കാര്യം ഉടമ്പടിയുടെ കാര്യങ്ങൾ അറിയാതെ ചിലപ്പോൾ പുതിയ സ്റ്റാഫ് ഉണ്ടാവും, ബുദ്ധിബോധം അറിയാமல் എടുത്ത് കൊടുക്കുക, അങ്ങനെ കൊടുക്കത്തില്ല. അതിൻ്റെ നിയമമെന്ന് പറയണത് ആ ഉടമ്പടി എപ്പോഴാണ് തീരണത്, ഉടമ്പടി വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഉടമ്പടി തൈലം ഉള്ളത്. അതിൻ്റെ ഒരു തുള്ളിയാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്കറിയാം, നെക്കിയാൽ ഇങ്ങനെ ആൾക്കാർ കുടഞ്ഞാൽ പോലും അത് വീഴത്തില്ല, ഇതിനകത്ത് വീഴത്തില്ല. അത് അത്രയും വിലയുള്ള കുപ്പിയിൽ ചേരിക്കുന്നുണ്ട്, തുള്ളിയെ ഇങ്ങനെ കുടഞ്ഞാൽ വീഴത്തുള്ളൂ. എന്നുവെച്ചാൽ അത് മൊത്തം ഇവിടെ ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ കാലിക്കുപ്പി അടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആ കുടണ കണ്ടിട്ടില്ല, ആമ്പായിട്ട് കുടണ കണ്ട ആൾക്കാർ. ഇപ്പം ഞാൻ ചെല്ലും, എന്താ പരിപാടി എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കുടയുകയാണ്. ഞാൻ 2 തുള്ളിയായിട്ട് ഇടാൻ പറഞ്ഞിരിക്കുന്നത്, 2 തുള്ളി, ബാക്കി മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. അതങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അവർ കൊണ്ടുപോയിട്ട് അവരൊന്ന് തോണ്ടിയാൽ മതി, അപ്പം ദൈവം അവർക്കറിയാം അതിൻ്റെ വില എന്താണെന്ന്. അതനുസരിച്ച് അവർ ജീവിക്കുകയാണ്. ദൈവത്തിനെ മുൻനിർത്തിയാണ്. ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കിതൊന്നും പ്രശ്നമല്ല. ക്രിസ്തു ഇല്ലാതെ ഇങ്ങനെ കുടഞ്ഞിട്ട് കാര്യമില്ല, കൈയുടെ മണി പിടിയാവുന്നല്ല ഒരു കാര്യമില്ല. അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പണി നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംഭവിക്കും, ക്രിസ്തുവിനെ മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി പ്രോഗ്രാം അല്ലതാനും, അത് നിത്യത വരെയാണ്. ഞാനുള്ളിടത്ത് എൻ്റെ സ്നേഹിതനും ഉണ്ടായിരിക്കും. അപ്പോൾ ഉടമ്പടി ചില ആൾക്കാരുണ്ട്, അവർ ഉടമ്പടിയുടെ തിരി തീർന്നു പോയാലും അവർ ഉടമ്പടി തന്നെ ജീവിക്കും. ഉപവാസം കറക്റ്റ് ചെയ്യും, രോഗികളെ പോയി കാണും, അതുപോലെ തന്നെ അവരുടെ വിശുദ്ധ ജീവിതം നയിക്കും, ബൈബിൾ വായിക്കും, പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അവിടെ തിരി തീർന്നു പോയെന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതം തീരത്തില്ല. ചില ആൾക്കാരുടെ ഉടമ്പടി തിരി തീരുമ്പോൾ എല്ലാം തീർന്ന്. അങ്ങനെയാണ് തിരിക്രിസ്ത്യാനി എന്ന് പറഞ്ഞ സാധനം. അത് ഇതിനകത്തുണ്ട്, ഉടമ്പടി തിരിക്രിസ്ത്യാനിയുണ്ട്. തിരി തീരുമ്പോൾ അവരും തീരും. ചില ആൾക്കാർ തിരി തീർന്നാലും ഉടമ്പടി തുറന്നുകൊണ്ടിരിക്കും. കാര്യം ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ്, അതൊരു ജീവിതമാണ്. അത് തിരികത്തിക്കൽ ഏർപ്പാട് മാത്രമല്ല എൻ്റെ അടുത്തുള്ളത്, അതൊരു ജീവിതമാണ്. അത് ദൈവത്തിന് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രതിബദ്ധതയാണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി എന്ന ദൈവിക ജീവിതം, അമ്മയുടെ മാധ്യസ്ഥത്തിലെ കാലേബിനെ പോലെ പൂർണ്ണമായി അനുഗമിച്ചുകൊണ്ട് സത്യസന്ധമായി സുവിശേഷത്തിൽ സാക്ഷ്യമാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കൃപ
കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ. Praise the Lord. Praise the Lord. കഴിഞ്ഞ ദിവസം ജീവൻ കോശി എന്നും പറഞ്ഞ് ഒരു പൈലറ്റിയുടെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആ സാക്ഷ്യത്തിൽ ഒരു കണ്ടന്റ് ഉണ്ട്, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ജീവൻ കോശി 2016 പൈലറ്റിങ്ങിന് പോയ, വിമാനം ഓടിക്കാൻ വേണ്ടി പഠിക്കാൻ പോയതാണ് സൗത്ത് ആഫ്രിക്കയിൽ. അയാൾ 3 കൊല്ലം പഠിച്ചു. അപ്പം നല്ല പൈലറ്റായിട്ട് 2019 പൈലറ്റായി. അപ്പോൾ ഈ ജീവൻ കോശിക്ക് പത്തനംതിട്ടക്കാരനാണ്. എത്ര വയസ്സുണ്ട്? 21 വയസ്സുണ്ട്. 21 വയസ്സിൽ മനുഷ്യൻ പൈലറ്റായി. പക്ഷെ വിമാനം പറപ്പിക്കാൻ പറ്റണില്ല. എന്താ കാര്യം? അതിന് ഇന്ത്യൻ ലൈസൻസ്, സൗത്ത് ആഫ്രിക്ക പഠിച്ചതല്ലേ. സൗത്ത് ആഫ്രിക്ക പഠിച്ചെങ്കിൽ 15 ദിവസത്തെ എന്തോ പറപ്പിക്കൽ ഇവിടെ പറപ്പിക്കണം ഇന്ത്യൻ വിമാനത്തിൽ. ഇന്ത്യയിൽ വേറെ പരീക്ഷ ഉണ്ട്. എയറോനോട്ടിക് എഞ്ചിനീയറിങ്ങിൻ്റെ വേറെ പരീക്ഷ ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ഏത് ലോകത്ത് എവിടെ പോയി ഫ്ലൈയിങ് പഠിച്ചാലും നമ്മുടെ രാജ്യത്തിന് ടെസ്റ്റുകളുണ്ട്. പക്ഷെ അത് എഴുതാൻ പറ്റണില്ല പുള്ളിക്ക്. പുള്ളി കോളറൊക്കെ കയറ്റി നല്ല മിടുക്കനായിട്ട് വന്നതാണ്. 21ാമത്തെ വയസ്സിൽ പൈലറ്റായിട്ട് വന്നതാണ്. പുള്ളിയെപ്പോലെ 21ാമത്തെ വയസ്സിൽ പൈലറ്റായ ആൾക്കാർ കുറവാണ്, വളരെ ഏറെ എണ്ണാനുള്ളത്. ഈ വിരലിൽ എണ്ണാനുള്ളതെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, അഹങ്കാരം കൂടി പുള്ളിക്ക്. അത് കാരണം പറപ്പിക്കാൻ പറ്റണില്ല. ഇന്ത്യൻ പരീക്ഷയെല്ലാം തോറ്റു പോവുകയാണ്. അവൻ്റെ അമ്മ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞ് നിങ്ങളെ കൊണ്ടൊന്ന് ആക്കാൻ ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞു. കാരണം ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് ഇതൊന്നും ശരിയല്ലെന്ന് തോന്നണമെന്നും. എന്തൊരു ബുദ്ധി! 21 വയസ്സാണ്. ഇത് ടാലി ആകണില്ല പുള്ളിക്ക്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ദൈവം, അപ്പം ദാറ്റ് മീൻസ് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് വരെ ഭയങ്കര ഡാമേജ് ആയിരിക്കുമേ. ഇപ്പം നമ്മളിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ എണ്ണിയിട്ട് ദൈവം വല്ല കമ്പ്യൂട്ടറും വെച്ചിട്ടുണ്ടായി ഇതൊക്കെ നോക്കാൻ വേണ്ടി. ആരാണ് ഉടമ്പടി എടുത്തത്, ആരാണ് ഉടമ്പടി എടുക്കാത്തത്, ആരാണ് അതിന് കാര്യം എടുക്കാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ ഈ ബുദ്ധിക്കോമരങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കാടുകയറും. അഹങ്കാരം പെരുത്തിട്ടാണേ. ഉടമ്പടിക്ക് വേണ്ടത് എളിമയാണ് വേണ്ടത്, നിങ്ങളുടെ ബുദ്ധിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മഹാനായ മനുഷ്യൻ കേരളത്തിലെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുകയാണ്. അത് പറയണത് ഇതാണ്: 1500 കൊല്ലം മുമ്പൊക്കെ എഴുതിയ പുസ്തകങ്ങളല്ലേ അന്നത്തെ മനുഷ്യൻ്റെ ബുദ്ധിയല്ലേ എന്ന്. പുള്ളി ഏതോ മതത്തെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ പുള്ളി മതത്തെക്കുറിച്ചാണ് പറയണത്. മതഗ്രന്ഥങ്ങളെല്ലാം ബുദ്ധിയില്ലാത്തവർ എഴുതിയാണെന്നാണ് പുള്ളി പറയണത്. അപ്പോൾ യവൻ്റെ ബുദ്ധി എന്നുണ്ടായതാണ്? നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 75 തൊട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. 75, 25, 2000, ഇപ്പോൾ എത്ര 2023, 43 കൊല്ലമായി. 43 കൊല്ലമായിട്ട് ഞാൻ ഈ പൗലോസ് അപ്പോസ്തലൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇരുന്ന് നിലവിളിക്കും. എന്താ കാര്യം? ഇനി 2000 കൊല്ലം കഴിഞ്ഞാലും ഏത് ബുദ്ധിരാക്ഷസം വന്നാലും ഇത് പറയാൻ പാടാണെന്ന്. അത്രയ്ക്ക് അഭിഷേകമാണ്. അവിടെ ചോക്കാണെന്ന് എഴുതുന്നത്. നമ്മൾ വെറും പൗലോസ് അപ്പോസ്തലൻ വെറും ചോക്കാണ്. ആരാണ് എഴുതണത്? പരിശുദ്ധാത്മാവാണ് എഴുതണത്. നിത്യരക്ഷയെക്കുറിച്ചുള്ള ദൈവികമായ രഹസ്യങ്ങളാണ്. ലോകസ്ഥാപനം മുതലുണ്ടായിട്ടുള്ള രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജ്ഞാനങ്ങൾ, ലോകത്തിൻ്റെ ബുദ്ധിമാന്മാരെ അവിടെ കുടിലതന്ത്രങ്ങൾ തന്നെ അവൻ കുടുക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. ബുദ്ധി അല്ല ഉപയോഗിക്കണം. ബുദ്ധി വരും ഒരു പട്ടിയുടെ ബുദ്ധിയെ മനുഷ്യൻ ശരിക്കും പറഞ്ഞ ചില സമയത്തേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. യവൻ എന്താ ദൈവത്തെ അളക്കാൻ പോണത്? അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും നമ്മൾ ആരോ ആണെന്ന്. ഇപ്പോൾ കോളേജിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ചില പ്രൊഫസർമാർ വന്നിട്ട് കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയും, ഞാൻ ആർട്സ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ കെമിസ്ട്രി സ്റ്റുഡൻറ്റിലൊക്കെ ഒരു അധ്യാപനമുണ്ട്, എപ്പോഴും ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അയാൾ എന്താ കേമനാണ്. പിള്ളേരുടെ മുമ്പിൽ അയാൾ കേമനായിട്ട് പറയണം. ആ പെലിച്ചാഴിക്ക് വല്ലതറിയാവോ? ദൈവത്തെ കണ്ടു ഒരു സ്വർഗസ്ഥനായ പിതാവ് മനസ്സമാധാനം ചെല്ലാൻ കഴിയാത്തവൻ പിന്നെ എന്തിനാണ് ദൈവത്തെക്കുറിച്ച് പറയണത്? ഒരു നന്മ തെളിഞ്ഞ മറിയം ദൈവസ്നേഹത്തോട് ചെല്ലാൻ കഴിയാത്തവനെ, അതിനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാത്തവന്മാർ എന്തിനാണ് ദൈവം ഇല്ല ഉണ്ടാന്ന് പറയണത്? നീ കാണുകയോ കേൾക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അനുഭവ ജ്ഞാനമില്ലാത്ത വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാരോട് സംസാരിക്കണത്? അതെല്ലാം ഇഡിയറ്റുകളാണ്. എന്താ കാര്യം? അവർ വലിയ കേമന്മാരാണെന്ന് മറ്റുള്ളവർ ധരിപ്പിച്ചിട്ട് ആളാകാൻ നോക്കുകയാണ്. ഇങ്ങനെയുള്ള ആളാകന്മാർ എന്തുമാത്രം ആൾക്കാരുടെ വിശ്വാസത്തെ നശിപ്പിച്ചിട്ടുണ്ടെന്നറിയാവോ?
ഇതിനാണ് സാത്താൻ അവിടെ കൂടെ കൊണ്ടുവന്ന് വിതച്ചെന്ന് പറയുന്നത്. പ്രഭോ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളെങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? അത് ശത്രു ചെയ്ത പണിയാണെന്ന്. ശത്രു ചെയ്തപ്പോൾ നിരീശ്വരന്മാരിലൂടെയും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയം അറിയാൻ പാടില്ലാത്തവന്മാരും പ്രാർത്ഥിക്കാത്തവന്മാരിൽ നിന്നും ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് ബാധ്യതയില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ആരാധന മഹത്വം ആരാധന. സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 14 5:4 ഗലാത്യർ 5:4 ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യ 5:4 നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു, കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉടമ്പടിയിൽ ഒരു കൃപാവരമാണ് ഇതിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇത് നിങ്ങളിങ്ങനെ നിയമം അനുസരിച്ച് ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളും നിയമങ്ങളും കൃത്യമായിട്ട് കർക്കശമായിട്ട് പാലിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കൃപാവരത്തിൽ നിന്ന് വീണു പോകും. മറിച്ച് ക്രിസ്തുവിനുള്ള നിങ്ങളുടെ വ്യക്തിപരമായ സ്നേഹത്തിൽ നിന്നാണ്. നിയമങ്ങളില്ലെങ്കിലും ക്രിസ്തുവുമായി നിങ്ങൾക്കുള്ള നിരന്തരമായ വ്യക്തിപരമായ സ്നേഹത്തിലാണ് ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടി നിലനിൽക്കുന്നത്. ചില ആൾക്കാർ നിബന്ധനകളെയൊക്കെ പാലിക്കുന്ന പേടിച്ചാണ്. ചില അക്രൈസ്തവരൊക്കെ ചെന്ന് ഓഫീസിൽ ചോദിക്കും, അയ്യോ ഞങ്ങളെ ഇന്നലെ തിരികെട്ടുപോയി, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല, വല്ല കുഴപ്പമുണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്താണ്? നിബന്ധനകൾ നിങ്ങൾ പേടിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഈശോ പറഞ്ഞിരിക്കണത്. ഒന്ന് വായിച്ചേ, ശ്രുതികട്ടെ ഹല്ലേലൂയ. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ, നിയമത്തിലാണ്, നിബന്ധനകളിലാണ്, നിബന്ധനകൾ നിയമപൂർവ്വം പാലിക്കുന്നതിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഡ്രാസ്റ്റിക്. അതായത് ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെടും. അപ്പം നിങ്ങൾ നിയമത്തിൻ്റെ നൂലാമാലകൾ കടിച്ചു തൂങ്ങിയിട്ട് അത് പാലിക്കുന്നതിലാണ് നിങ്ങൾ ലക്ഷ്യം വെക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തുവിനോടുള്ള ബന്ധം നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. വായിച്ചോളൂ. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. കൃപാവരത്തിൽ നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ മക്കളെ, അപ്പോൾ എന്താ വിഷയം? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് നിങ്ങളിതെല്ലാം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇൻ കേസ് തീർന്നു പോയാലും ഉപ്പ് തീർന്നു പോയാലും എന്താണ് ഉപ്പ് തീരാത്തത്? എന്താണ്? കർത്താവിനോടുള്ള സ്നേഹവും. ആ സ്നേഹമുള്ളവൻ സ്നേഹത്തിൽ ജീവിക്കും, സ്നേഹത്തിൻ്റെ സുവിശേഷത്തിൽ സാക്ഷിയാകും. ഉടമ്പടി തന്നെയാണ് നിലനിൽക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്താൽ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരവേഗം അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ഈ കൃപാവരത്തിൽ നിന്ന് വീണു പോകുന്നവരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് സംഖ്യ 14:22 വായിച്ചേ. സംഖ്യ 14:22 ശ്രുതികട്ടെ ഹല്ലേലൂയ. സംഖ്യ 14:22 എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. ഇതെന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ അടയാളങ്ങൾ കണ്ടത് മറ്റുള്ളവരുടെ സാക്ഷ്യത്തിൽ കണ്ടതാണ്, നമ്മുടെ സാക്ഷ്യത്തിന് അടയാളം കണ്ടതാണ്, ഇല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അടയാളം കണ്ടവരെന്താ ചെയ്യേണ്ടത്?
എന്താ പറഞ്ഞിരിക്കണത്? വായിച്ച് എൻ്റെ മഹത്വവും പറഞ്ഞ് എന്റെ മഹത്വവും അടയാളങ്ങളും കണ്ടിട്ടും എന്നെ പരീക്ഷിക്കുകയും എന്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ആരും ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. അപ്പൊ ഇടയ്ക്ക് വെച്ച് നമുക്ക് എന്തെങ്കിലും തരത്തില് ദൈവത്തിൻ്റെ മഹത്വം കണ്ടവര്, അടയാളം കണ്ടവര്, അടയാളം കേട്ടവര്, പക്ഷേ വചനം പാലിക്കുന്നില്ലവരെ. അവരിങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വചനം അവർ പാലിക്കണില്ല, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നില്ല, അതിനുള്ള എളിമ അവർക്കില്ല. അമ്മ എങ്ങനെയാണ് ഗർഭിണിയായത്? ഈശോയെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എളിമപ്പെട്ടിട്ടാണ് വചനം കേട്ടത്. വചനം കേൾക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എളിമയാണ്. അപ്പോൾ തന്നെ പൈലറ്റ് പറയണത്, എനിക്ക് അഹങ്കാരമായിരുന്നു, 21 വയസ്സിൽ തന്നെ ഞാൻ പൈലറ്റ് ആയല്ലോ, എല്ലാവരേക്കാൾ കേമനാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാതെ എനിക്ക് ഇന്ത്യൻ പരീക്ഷ എഴുതിയാൽ ഞാൻ ജയിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു. അതാ പ്രശ്നം. അമ്മയെ കൊണ്ടല്ല, ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ തന്നെ അതെല്ലാം പാലിച്ചു. ഞാൻ തന്നെ പത്രങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുത്തു. എനിക്ക് മനസ്സിലായി അഹങ്കാരമാണ് ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന്. അപ്പം ഞാൻ എളിമപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്ത്യയുടെ പരീക്ഷ എഴുതി 15 മണിക്കൂർ ഞാൻ പറപ്പിച്ചു, ഞാൻ ജയിച്ചു വന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ വചനങ്ങളെ പാലിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എളിമ വേണം. അത് ഞാൻ വലിയ കേമനാണ്, ഞാൻ തറവാടിയാണ്, ഞാൻ ബുദ്ധിയുള്ളവനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാനിങ്ങനെ ഭയങ്കര സർവീസുള്ള ആൾക്കാരാണ്, ഞാനൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഭാര്യയെ കൊണ്ട് ഉടമ്പിടിപ്പിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ വണ്ടിയൊക്കെ തന്നെ ഇരിക്കും. ആ ഇരിപ്പ് തലവാതിരോഗ്യപ്പോൾ അവിടെ ഇരിക്കുകയുള്ളൂ, ഇയാൾ രക്ഷപ്പെടത്തില്ല. എന്താ കാര്യം? ദൈവത്തിന് അറിയാം നീ ശുംഭരാണെന്ന്, നീ അഹങ്കാരിയാണ്. നിനക്കാണ്ട് 4 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് ദൈവത്തിന് താൻ മസിൽ പിടിപ്പിച്ച് കാണിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ വന്ന് പണി മേടിക്കാൻ? മര്യാദയ്ക്ക് എളിമപ്പെടണം. എളിമപ്പെട്ട് പറയണം, കർത്താവേ ഞാനൊരു ശ്വാസം പോകുമ്പോൾ തീരാനേ ഉള്ളൂ. എന്നെ നീ ഇവിടെ കൊണ്ടുവന്നിരിക്കണം, എനിക്ക് ജോലി, എൻ്റെ മക്കൾക്ക് ജോലി തരാനൊന്നുമല്ല, നീ നിന്നെ അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് ധരിച്ചാലും നിന്നെക്കുറിച്ച് ഞാനെന്ത് ധരിക്കുന്നു അതാണ് എൻ്റെ ധാരണയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. നിങ്ങൾ ഉടമ്പടി ഒന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു നിയോഗം മാത്രമേ തരത്തുള്ളൂ. നിങ്ങൾ ദൈവത്തിൽ കർത്താവേ നിന്നെ ഒന്ന് സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാതിലാണിത്. വെച്ചാൽ ദൈവത്തിന് ഒന്ന് കറകളഞ്ഞ് വേറെ ഉദ്ദേശമൊന്നും ഇല്ലാതെ ദൈവം തന്നെ ഏറ്റവും വലിയ ഉദ്ദേശമായിക്കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാൻ ഓരോ വിഷയവും ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ അതെങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് നോക്കിക്കൊണ്ട് ആ വിഷയത്തെ സമീപിക്കാൻ പ്രത്യേക അഭിഷേകം, കലേബിൻ്റെ അഭിഷേകത്താൽ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹമാണ്
നിങ്ങളോടുള്ള അഡ്വാൻസ്ഡ് ലവ് ആണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ തിരിച്ചറിയേണ്ടതെന്ന് അറിയണോ? നിങ്ങൾക്ക് വിഷയമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രാരാബ്ധമുണ്ട്, രോഗമുണ്ടെന്നല്ല. നിങ്ങൾ തിരിച്ചറിയണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നാണ്. കാര്യം ഇന്നുവരെ കണ്ടിരിക്കുന്ന കൃപാസനം മാതാവിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം ജനങ്ങളിലേക്ക് കൈമാറുന്നതെന്ന് ഉള്ള ധാരണ എനിക്കുള്ളത്. തെറ്റിദ്ധാരണയൊന്നുമല്ല. എൻ്റെ ധാരണയ്ക്ക് ആവശ്യമായ ഉപോത്ബലമായ അനുദിന സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി, ജോസിനി, ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ജോസിൻ്റെ സാക്ഷ്യം എന്താ? ജോസിൻ്റെ അമ്മ പറഞ്ഞ്, എടി നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടം കേട്ടാന്ന് പറയും. പോതള്ളേന്ന് പറയും. വല്ല കാര്യമുണ്ട്? അവൾക്കുണ്ട കൃപാസനം മാതാവ്, കോഴിക്കോട്ടെ സംക്രാന്തി എന്ന് പറഞ്ഞ പോലെ അവൾക്ക് വല്ലതും അറിയാമോ? അപ്പം സ്വപ്നത്തേക്ക് ഈ അമ്മയോട് പറഞ്ഞ് എനിക്ക് അവളെക്കുറിച്ച് സങ്കടമുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ അമ്മ പൊട്ടി. അങ്ങനെ എടി നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണെന്ന്. ഇങ്ങനെ പോതള്ളേന്ന് വല്ല കാര്യമുണ്ട്? പക്ഷേ എന്താന്ന്, നീ പോയൊരു ഉടമ്പടി എടുക്കടി എന്ന് പറഞ്ഞ്. ആരോട് പറഞ്ഞ്? നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണ്, നീ പോയൊരു ഉടമ്പടി. ഉള്ള നല്ല പണിയായി. ഞാൻ ഈ കൊച്ചിനെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യാനാണ് പറയണത്? അവൾ ചൂടായി. ഞാൻ ഈ 3 ശരി അവളെ ചെയ്യാണ്, 3 കുഞ്ഞുങ്ങൾ അവളെ ഉള്ളു, അവളെ കുറ്റം വലിയ കാര്യമില്ല. അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ചെറുട്ടെന്ന് അഴിയും പോലുള്ള 3 കുഞ്ഞുങ്ങളുണ്ട്. അതിനെ വളർത്തിക്കൊണ്ട് പോകുന്നത് ആകുമ്പോൾ അവർ അറിയാം, ഒരെണ്ണം ഒരുന്നിട്ട് വരുമ്പോൾ മറ്റേ ഉറങ്ങുമ്പോൾ മറ്റേ ചോറ് ചോദിക്കുമ്പോൾ ഇതിന് ഉറങ്ങണം, കളിയല്ലേ. ഈ 3നെയും കൊണ്ട് വളർത്തിയെടുക്കുമ്പോൾ നിനക്ക് പ്രാന്തി പിടിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ ജീവിക്കണ ജീവിതമാണ്. അപ്പോൾ പക്ഷേ അവളോട് പറഞ്ഞിട്ട് ഉടമ്പെടുക്കാൻ പറയുക. അപ്പോൾ ഈ അമ്മ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ, മാറി താമസിക്കുന്നവരാണേ. അപ്പോൾ ഞാൻ ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ ഉടമ്പെടുക്കാനാണ്? അപ്പോൾ ദൈവത്തിനുള്ള പ്രശ്നം അറിയോ? ദൈവം ഈ ഉടമ്പെടുക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് കൈ ഒഴിയത്തില്ല, കാല് ഒഴിയത്തില്ല, തല ഒഴിയാത്ത സമയത്ത് ഉടമ്പെടുക്കാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നിങ്ങൾ സമാധാനകാലത്ത് ഉടമ്പെടുക്കാൻ പറയും, ഒരിക്കലും പറയത്തില്ല. നിങ്ങളെക്കൊണ്ട് ഒഴിവ് കഴിവ് പറയിപ്പിക്കാനാണ് ദൈവം കാത്തിരിക്കണത്. ഒഴിവ് കഴിവ് പറയിപ്പിച്ചിട്ട് ഇവനെ ഒഴിവാക്കണം. പറഞ്ഞ മനസ്സിലായി? ഈ അടുപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഒഴിവ് നിങ്ങളെക്കൊണ്ട് ഈ 3 കുഞ്ഞുങ്ങളുണ്ട്, 4 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ആന കൂനെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവ് കഴിവ് നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുമ്പോഴും, നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്കായിരിക്കുമ്പോഴും ആണ് ദൈവം ഉടമ്പെടുക്കാൻ പറഞ്ഞതും നിങ്ങളെക്കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ആലപ്പുഴ ചെല്ലാമൊക്കെ പറയണത്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളുടെ ഒഴിവ് കഴിവ് കേട്ടിട്ട് ദൈവത്തിൻ്റെ ഫസ്റ്റ് റെഫറൻസിൽ നിങ്ങളെ വെട്ടിക്കളയണം. അതാണ് ഉദ്ദേശിക്കണം ഒഴിവ് കഴിവ്. ബൈബിളിൽ ഇപ്പോഴും തുടങ്ങിയല്ല, പണ്ട് പോലെ അസുഖം ദൈവത്തിൽ ഉള്ളതാണ്. കള്ളന്മാരെ ഒന്നും കൂടെ നിർത്തത്തില്ല, ഈ വയറ്റിപ്പഴുപ്പുകാരെ ഒന്നും നിർത്തത്തില്ല. ഇപ്പം നമ്മൾ വായിച്ച ഒരു സൂചനയാണല്ലോ, ശ്രുതിയുടെ മക്കളെ യേശുവേ സ്തോത്രം. ലൂക്ക 14:18 വായിച്ചേ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 14:18. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഒഴിവ് കഴിവ് പറയുന്ന ആൾക്കാരാണ് വിളിക്കണത്. എന്തിനാണ്? അവൻ്റെ വായിൽ തന്നെ ആ ഒഴിവ് കേട്ടിട്ട് പട്ടികയിൽ നിന്ന് വെട്ടിക്കളയാൻ വേണ്ടിയാണ്. നമുക്ക് ദൈവത്തിൻ്റെ നടക്കുന്ന ബുദ്ധി വേണം ആദ്യം. ആ 14:18 എന്താ പറഞ്ഞു? ഒന്ന് വായിച്ച്. അതിക്ക് മുമ്പുള്ള വചനം എന്താ? സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച്. പടിയായി. സദ്യക്ക് സമയമായി, ദൈവം അനുഗ്രഹിക്കാൻ സമയമായെന്നാണ് പറയണത്. ദൈവം അനുഗ്രഹിക്കാൻ സമയമാവണം എപ്പോഴാണ്? അപ്പം ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു. വരുവിൻ എല്ലാം തയ്യാറായിരിക്കും. വന്ന് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞിരിക്കണേ. നിന്നെ അനുഗ്രഹിക്കാൻ സമയമായി, വന്ന് ഉടമ്പടി എടുക്കാൻ പറയണേ. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ മുണ്ണകളാണ്. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒരു കാര്യം പറയണേ. എന്താ ഒഴികഴിവ്? ഒന്നാമൻ പറഞ്ഞു ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ദൈവത്തെക്കാൾ വലിയ വയൽ പോരെ? ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണണമെന്ന്. അപ്പം അതായത് നിങ്ങളുടെ റെഫറൻസ് ദൈവം നോക്കും. ദൈവത്തിനാണ് വില, വയലിനാണ് വില. ദൈവത്തിനാണ് വില, ലോകത്തിനാണ് വില. ഇത് ദൈവം നോക്കും. ഇതൊരു വൈബായിട്ട് വേണം എടുത്തോ. ഒരു പരീക്ഷണമാണിത്. അതായത് നീ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്ന സമയത്താണ് ദൈവം സമയമായെന്ന് പറഞ്ഞ് നിന്നെ വിളിക്കണത്. നീ വെറുതെ നീ ഇച്ചിരി അടിച്ചിരിക്കുന്ന സമയത്ത് വിളിക്കത്തില്ല നിന്നെ. അതാണ് വിഷയം. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനവും ബോധമൊക്കെ ഉണ്ടാകണം. ഇപ്പം അടുത്ത ആളെ ഉടായി പറയുന്നുണ്ട്. മറ്റൊരുവൻ പറഞ്ഞു ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി. ഓലക്ക പിണ്ണാക്ക്. അവനെന്താ ചെയ്തത്? അവൻ 5 ജോഡി കാളകളെ വാങ്ങിയെന്ന്. അവയെ പരീക്ഷിച്ചു നോക്കുവാൻ. ദൈവത്തെക്കാൾ വലിയ കാള പോരെ?
ഇതന്നെയല്ലേ മനുഷ്യൻ്റെ അവസ്ഥ. ദൈവത്തെക്കാൾ വലിയ കാള, 5 ജോഡി കാളയെ വാങ്ങി അതിൻ്റെ അകത്ത് കലപ്പ വെച്ച് നോക്കണമെന്ന്. എടാ പന്നി, നിൻ്റെ കലപ്പ വെച്ച് നോക്കാൻ നിൻ്റെ കൈക്ക് വാദം വന്നാൽ നീ എന്ത് വെച്ച് നോക്കാൻ പറ്റത്തില്ല. ബുദ്ധിയില്ല മനുഷ്യനെ. അവൻ്റെ മനുഷ്യൻ്റെ കഴിവിൽ തന്നെ ആശ്രയിക്കുന്നവനാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കലപ്പ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇതല്ലേ പരിപാടി. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പറ്റും. അഹങ്കാരിയാണ് അവൻ. അടുത്ത വചനം വായിച്ചേ. മൂന്നാമതൊരുവൻ പറഞ്ഞു, അടുത്ത അവതാരം വരുന്നുണ്ട്. മൂന്നാമതൊരുവൻ വന്ന് പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. പണിയായി പെണ്ണുമ്പിള വന്നെന്ന്. എന്നാൽ പിന്നെ ഇനി ആരും വന്നിട്ട് കാര്യമില്ല. പിന്നെ ആരും വന്നിട്ടൊരു കാര്യമില്ല. പെണ്ണുമ്പിള വന്നെന്ന്. എന്താണ് അതിന് ഞാൻ പോട്. അതിനാൽ മൂന്നാറിൽ പോയി മുറിയെടുത്ത് താമസിക്കാൻ പോയേ. ഇതാണ് അവൻ്റെ അത് ഈ ഉടായ്പൊക്കെ പറഞ്ഞ ആരോടാണ്? ഇങ്ങോട്ട് ഉണ്ടാക്കി വിട്ടവനോടാണ് പറയണത്. ദൈവത്തോടാണ് പറയണത് ഓരോ പരിപാടികളുണ്ടെന്ന്. നിങ്ങളത് എന്നിട്ട് ഈശോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോനെ പേടിയുമാണ്. ചില സമയത്ത് ഈശോയുടെ കോമഡി കേട്ട് ചിരിയും വരും എനിക്ക്. എന്താ കാര്യത്തില്ലേ? ഇതെല്ലാം നോക്കിയേ, ഇതെല്ലാം അടിപ്പനാണ്, ഇതെല്ലാം പണിതരികയാണ്. ഈശോ മനസ്സിൽ ചിരിക്കുന്നതാണ് ഇത് പറയുമ്പോൾ. എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ അവൻ ഏറ്റവും കൂടുതൽ തിക്കലും അവന് തിരക്കുള്ള സമയത്തായിരിക്കും ദൈവം അവനെ വിളിക്കണത്. വെറുതെ ഈസി ആയിട്ട് കഴിയുമ്പോൾ വിളിക്കത്തില്ല. ഇപ്പോൾ അനീഷാനെ എന്താ ചെയ്യിക്കണത്? ജോസിനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ആ സമയത്താണ് അമ്മയോട് പറഞ്ഞ്, കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണ്, സ്വപ്നത്തിൽ ഞാൻ കണ്ടായിരുന്നു, നിന്നെക്കുറിച്ച് സങ്കടമാണ്, നീ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് നല്ല വേറെ പണിയുണ്ടാ, എനിക്ക് 3 കുഞ്ഞുങ്ങളോട് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഈ മാതാവിനെ അറിയാൻ പറ്റില്ല, പോട്ടെ, നിങ്ങൾക്കറിയാമല്ല. അതാണ് അവളുടെ നിലപാട്. അപ്പം പിന്നീട് മാതാവ് ഇവളോട് പറയും, അതാണ് എനിക്ക് എൻ്റെ ഉൾക്കാഴ്ചയിൽ അമ്മ തെളിഞ്ഞു വന്നതാണ് പിന്നെ അവൾ പറയണത്. പിറ്റേ ദിവസം ഞാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ അമ്മ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നതും പറഞ്ഞ്, ഹസ്ബൻഡിന് എന്താ കുഴപ്പമുണ്ട്, നീ വന്ന് ഉറമ്പെടുക്കാൻ പറഞ്ഞ്. ആ പറഞ്ഞ് അമ്മയോട് പറഞ്ഞാൽ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവക്ക് തോന്നി, ഞാൻ ചിലപ്പോൾ തോന്നിയായിരിക്കും കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഈ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പരി അറിയാൻ പറ്റില്ല, മാതാവിനെങ്ങനെ അറിയാൻ പറ്റുന്നതാണ് ഇവൾ ചോദിക്കുന്നത്. ഇതാണ് ഇവളുടെ ചോദ്യം. എന്തൊരു പൊട്ടിയാണ്. പക്ഷെ അതിനുശേഷം ഇവൾ പിന്നെയും മാതാവ് 2ാമത്തെ പ്രാവശ്യം പറഞ്ഞ്, നീ വന്ന് ഉടമ്പടിയിട്, ഹസ്ബൻഡ് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഇവൾ ഹസ്ബൻഡിനെ വിളിച്ച്, എടോ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അല്ല അങ്ങനെയല്ല, ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നോടത് പറയാനിരിക്കുകയായിരുന്നു, നമുക്ക് നാളെ പോകാം. അയാൾക്ക് കുഴപ്പങ്ങളുണ്ട്. ഇവളോട് എന്ത് പറയാനാണെന്ന് വിചാരിച്ചിട്ട് പറയാം. 2-3 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ, രാത്രിയും പകലും അവനും ഉറക്കമില്ല ഈ പെണ്ണിനെ. അപ്പോൾ അതിനെക്കുറിച്ച് വീട്ടിലെ കുഴപ്പം കൂടി എങ്ങനെ അവളോട് പറയണം? അതിൽ നല്ല ഹസ്ബൻഡാണ്, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ 2 പേരും ഒന്ന് ഉടമ്പെടുത്തപ്പോൾ അവനോട് പറയും, നമുക്ക് ഒരു പ്രാവശ്യം ഉടമ്പെടുത്താൽ മതിയേ, 90 ദിവസം, അച്ഛനൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇവർ 2 കൂടി ഇവിടുന്ന് സംസാരിച്ച് ധാരണ എത്തി. അപ്പം മാതാവ് രാത്രി പറഞ്ഞ്, അച്ഛനെ പോയി കാണടി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എന്നോട് ചില ആൾക്കാർ പറയും, നിങ്ങളിത് സെൽഫ് മാർക്കറ്റിംഗ് നടത്തുകയാണെന്ന്. സെൽഫ് മാർക്കറ്റിംഗ് നടന്ന കക്ഷി ഇവിടെ ഇരിപ്പുണ്ട്, ഞാനല്ല. ഇവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യമല്ലേ പറയണത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. ഗൾഫിൽ കോവിഡായിട്ട് പോന്നിട്ട് പിന്നെ ജോലിയില്ല. ഇയാളൊരു കമ്പനി, ഒരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റിൽ കാശ് മുടങ്ങി, ആ കാശ് മൊത്തം പോയി. പിന്നെ ട്രിവാൻഡ്രത്ത് പോയി വേറെ റെസ്റ്റോറൻറ്റ് എടുത്ത് 4 പേരുമായിട്ട് ആ കാശ് മൊത്തം പോയി. ഇപ്പം കടക്കാർ വളഞ്ഞ് തെണ്ടിത്തെരിഞ്ഞ് കിഡ്നി വരെ പണയം വെക്കാൻ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ കടിച്ചിറക്കി ജീവിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, അമ്മ നിന്റെ കാര്യം സെറ്റാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടുതരാം. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവന് ജോലി കിട്ടി വേറെ പോയി. വേറെ പോയി. അവനിപ്പം നല്ല ശമ്പളമായി, അവൻ്റെ കടങ്ങളൊക്കെ പരിഹരിച്ച്, അവൻ്റെ സങ്കടങ്ങളെല്ലാം പരിഹരിച്ച് അവർ സാക്ഷ്യവും പറഞ്ഞു. നോക്കിയേ, ഒരു വിഷയം കണ്ട, ഒരമ്മയോട് സ്വപ്നത്തിൽ മാതാവ് വന്ന് പറഞ്ഞു, നിൻ്റെ ഹസ്ബൻഡിന് എന്തോ, നിൻ്റെ മകളോട് ഇന്ന് പറയണം ഉടമ്പെടുക്കാൻ. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയണത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഈ കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും കൃപാസനം മാതാവിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്ത് ചുമ്മാ അച്ഛൻ കൃപാസനം മാതാവിനെ ചുമ്മാ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. ഇത് മനുഷ്യൻ്റെ അനുഭവമാണ്. ഇപ്പോഴത്തെ ഞാൻ അച്ഛനായിട്ട് 38 വർഷമായി നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എന്തുമാത്രം ധ്യാനങ്ങൾ നടത്തിയിരിക്കുന്നു, എന്തുമാത്രം പ്രാർത്ഥനാ രൂപങ്ങൾ ആൾക്കാരെ കണ്ടിരിക്കുന്നു. ഇന്ന് വരെ ഈ ഉടമ്പടിയിലുള്ള പോലെയുള്ള ദൈവാനുഭവങ്ങൾ എൻ്റെ ജന്മത്തിൽ ഞാൻ വായിച്ചിട്ടോ കേട്ടിട്ടോ പോലുമില്ല. ദൈവം ഒരു മനുഷ്യൻ്റെ അവൻ്റെ സങ്കടങ്ങളെ രഹസ്യമായി മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഭാര്യയെ കൊണ്ട് ഉടമ്പെടുക്കാൻ വേണ്ടി അവളുടെ അമ്മയോട് പറഞ്ഞിട്ട് പിന്നീട് അവളോട് പറഞ്ഞിട്ട്, എന്താ നിങ്ങളാണോ വർക്ക് ചെയ്യണം, ഞാനാണോ
നമ്മൾ ആരും വർക്ക് ചെയ്തില്ലെങ്കിലും മാതാവ് ഇറങ്ങി വർക്ക് ചെയ്യും. അതാണ് സഞ്ചാരി മാതാവ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം. വാഗ്ദാന പേടകമേ സ്വർഗീയ പൊൻപലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ. എല്ലാവരും എഴുന്നേൽക്കുക. മക്കളെ, സന്തോഷത്തോടെ ഇരിക്കുക. ഈ ലോകത്ത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തണലിലാണ് നിങ്ങൾ നിർത്തപ്പെട്ടിരിക്കുന്നത്, വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുക. സ്നേഹത്തോടെ ദൈവത്തിന് കൂടെ ആയിരിക്കാൻ തീരുമാനിക്കുക. നിബന്ധനകളെക്കാൾ നിയോഗങ്ങളെക്കാൾ വലുതാണ് ദൈവം. എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ സമർപ്പിതരാകുക. ദൈവം നിങ്ങളെ പ്രസാദിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ യേശുവെ അതറിയാൻ പാടില്ലാത്തൊരു യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കൈ ഇങ്ങനെ തൊട്ട് 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 പോകണം. വേദന എല്ലായിടത്തും വേദന ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്യരുത്. വിശ്വാസത്തിൽ ചെയ്യുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. നിങ്ങൾ കൈ ഉയർത്തുക. കർത്താവെ, കൈ ഉയർത്തപ്പെട്ട കൈകളിലേക്ക് നിന്റെ തിരുമുറിവാർന്ന വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുരക്തത്താൽ മക്കളുടെ കൈകളെ സ്നാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം കൈകളെല്ലാം എവിടെയെല്ലാം വെക്കുന്നു അവിടെയെല്ലാം ദൈവികമായ ശക്തി, രക്തസ്രാവ രോഗിയിലേക്ക് ഇറങ്ങിപ്പോയ ദൈവികമായ ശക്തി അവരിലേക്ക് ഇറങ്ങി വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ കുരിശിനെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, നാമത്തെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഈ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓരോ ഇടങ്ങളിൽ വെക്കട്ടെ, ഓരോ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, ഓരോ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്ന, കുറിച്ചപ്പെട്ട നാമത്തെ പ്രാർത്ഥിക്കുന്ന, തിരുവിലാലും മുരുവറ്റവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, മുൾക്കിടം ചുടിയവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന. കർത്താവ്, അങ്ങനെ മുതുകിലാണല്ലോ കർത്താവ് ശത്രുക്കളെ കർത്താവ് ഉഴുതി മറിച്ചത്. മുതുകിൽ ഉഴുതി മറിച്ചവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, ഉദ്ധാരിതന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന. മാരക രോഗങ്ങള്, തീരാവേദികള്, ഉച്ച മുതല് ഉള്ളം കലവരെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, എല്ലാ രോഗങ്ങളും യേശുനാമത്തിൽ സുഖപ്പെട്ടുകൊണ്ട് ദൈവനാമം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ സ്തുതിച്ചാൽ മതി. ബാക്കി ഈശോ നിർവഹിക്കും. പനിനിർത്ത് ഉള്ളുകൾ പോയ കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ ശരീരത്തിലേക്ക് വീഴാൻ പോകുന്ന സമയമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ കുളിപ്പിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. കർത്താവ് മരുന്ന് ലേപനം അല്ല, അങ്ങനെ വചനമാണ്. അങ്ങനെ മക്കളെ സുഖപ്പെടുന്നു. വചനത്തിൻ്റെ കർത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന. കർത്താവെ, നീ സ്പർശിക്കുന്ന അടിപ്പിണർ പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് പിൻകടത്തിലെ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, കർത്താവ് അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കർത്താവ് വെള്ളപ്പാണ്ട് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരട് രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, പാതി രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, പീസോഡ് രോഗങ്ങൾ, രക്തസ്രാവ രോഗങ്ങൾ, അരസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും നാമം മഹത്വപ്പെടുത്തുവാൻ
എൻ്റെ മക്കളെ, ഇന്നലെ രാത്രിയൊക്കെ ഞാൻ വളരെ വല്ലാതെ ഇങ്ങനെ വ്യസനിക്കായിരുന്നു. ഞാൻ വ്യസനിച്ച കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞത്, നാട്ടിലെ പഴയ പട്ടിണിയൊക്കെ തിരിച്ചു വരുന്നുണ്ടോ? ചില കുടുംബങ്ങളിലൊക്കെ വളരെ ജോലിയില്ല, ജോലിക്ക് പോകാൻ ആളില്ല, അവരെ തിരക്കാൻ ആളില്ല, അവർക്ക് ചോദിക്കാൻ അഭിമാനമുള്ളതുകൊണ്ട് ചോദിക്കുന്നില്ല, സങ്കടപ്പെട്ട് ജീവിക്കുന്നു എന്നൊക്കെയാണ് ഈശോ പറഞ്ഞത്. അവരെല്ലാവരും ഈ സമയത്ത് നമ്മൾ ഞാൻ ഓർക്കുകയാണ് അൾത്താരയിൽ. പഴയ കാലം ഒരിക്കലും തിരിച്ചു വരില്ലേ എന്ന് പ്രാർത്ഥിക്കണം മക്കളെ. നിങ്ങൾ ഒത്തിരി പേര് നല്ലവരോ ജീവിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതുപോലെയാണ് കേരളം മുഴുവൻ ജീവിക്കണം നിങ്ങൾ കരുതരുത്. പലതരത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഉടമ്പടി എടുത്തവരെ എല്ലാവരുടെയും സങ്കടങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവർക്കെല്ലാം കർത്താവിൻ്റെ പണിയാളായിക്കൊണ്ട് പ്രേക്ഷിതയായിക്കൊണ്ട് അവരെല്ലാം സഹായിക്കാനുള്ള സമ്പത്തും ആരോഗ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, നീ എന്നെ ബലപ്പെടുത്തണമേ, സാമ്പത്തികമായി ബലപ്പെടുത്തണമേ, ആരോഗ്യമായി ബലപ്പെടുത്തണമേ. നിൻ്റെ നാമത്തിൽ ഞാൻ നിൻ്റെ മക്കളെ സഹായിക്കാൻ വേണ്ടി എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ശ്രുതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, പ്രേക്ഷിത ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി, അവരുടെ കാര്യം കൂടി അന്വേഷിക്കാൻ വേണ്ടി, പ്രേക്ഷിത ഗുണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി, ഉദ്ധാനത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ, നിങ്ങൾ ശക്തിപ്പെടട്ടെ, നിങ്ങൾ ബലപ്പെടുത്തട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, PCOD രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, PCOD രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലിയില്ലാത്തവര്, വിദേശ നാടുകളിൽ കുടുങ്ങിപ്പോയവർ, ജയിലിലായി പോയവർ, കേസ് അകപ്പെട്ടു പോയവർ, വിസ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നവർ, കാശ് ഏജൻസി കൊടുത്ത് കിട്ടാതിരിക്കുന്നവർ, പോകാൻ പറ്റാതെ വന്നിരിക്കുന്നവർ, കടം കയറി മുടിയുന്നവർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു, വെളിച്ചം പോലും കിട്ടാത്തവർ, വിവാഹത്തിൽ പിരിയാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കോടതി കേസ് കിടക്കുന്നവർ, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോകാതെ ഇരിക്കാൻ വിവാഹമില്ലാതെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ തന്നെ വളരെ സംഘർഷങ്ങളോടുകൂടെ സാമ്പത്തിക തകർച്ചയോടുകൂടി ജോലിയില്ലാതെയൊക്കെ ജീവിക്കുന്നവരെ, വിഷമിച്ച് ജീവിക്കുന്നവരെ, നാട്ടിൽ അവരുടെ വീട്ടുകാർ അതിനേക്കാൾ വരെ വേദനയിലേക്ക് താഴിയുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ അകറ്റുപോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മരവിച്ചു പോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിലില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ആശീർവാദം വാങ്ങിക്കുക, മുട്ടനിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാലബിനെ പോലെ പൂർണ്ണമായി നിന്നെ അനുഗമിക്കുവാൻ, തിരിച്ചു പോകാത്ത സ്നേഹത്താൽ, പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ